നമസ്കാരം. നമ്മൾ ഇന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂ ചെയ്യണം. 2013 സേ വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തത്. ഇനി നമ്മൾ 2014 മാർച്ചിലെ ക്വസ്റ്റ്യൻ. 2014 മാർച്ച്. ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് അതിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കോസ് ഇൻവേഴ്സ് -1/2 എന്നുള്ളതാണ്. അത് നമ്മൾ മുമ്പ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതുകൊണ്ട് അതിവിടെ ചെയ്യുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ 2014 മാർച്ചിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതാനാണ് വന്നിരിക്കുന്നത്. സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതാൻ പറഞ്ഞിരിക്കുന്നത് tan ഇൻവേഴ്സ് ഓഫ് cos x minus sin x whole divided by cos x plus sin x. നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ട ചോദ്യമാണ് അല്ലേ? എന്താ കാരണം? അത് നമ്മൾ എക്സസൈസ് ചെയ്തിട്ടുണ്ട്. എക്സസൈസ് 2.2 ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. കിട്ടാതെ വരികയാണെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോ, എക്സസൈസിന്റെ വീഡിയോ റെഫർ ചെയ്യുക. അപ്പോൾ 2014 മാർച്ച് കഴിഞ്ഞു. ഇനി 2014 സേ ആണ്. 2014 സേ ക്വസ്റ്റ്യൻ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ടാൻ ഇൻവേഴ്സ് ഓഫ് 1 എന്നുള്ളതാണ്. ടാൻ ഇൻവേഴ്സ് ഓഫ് -1 എന്നാണ്. ഇത് നമ്മൾ എക്സസൈസ് 2.1 ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. അപ്പം അതുകൊണ്ട് നിങ്ങളത് ചെയ്ത് നോക്കുക, തനി ചെയ്ത് നോക്കുക. കിട്ടാതെ വന്നാൽ മാത്രമേ വീഡിയോ നോക്കാൻ പാടുള്ളൂ. ഇനി അടുത്ത ചോദ്യം ടാൻ ഇൻവേഴ്സ് ഇഫ് ടാൻ ഇൻവേഴ്സ് x minus 1 by x minus 2 plus tan inverse x plus 1 by x plus 2 is equal to pi by 4. Find x. Find value of x. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ നമ്മൾ വേറെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ടുണ്ട്. സെയിം അല്ല, സിമിലർ ക്വസ്റ്റ്യൻ അത് ചെയ്തിരുന്നു. പക്ഷേ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും എക്സസൈസ് 2.2 നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 15. ഈ ചോദ്യം വേറെ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. 2017 മാർച്ചിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. 2 വർഷം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് തനിയെ ചെയ്ത് നോക്കുക. കിട്ടാതെ വന്നാൽ നമ്മുടെ വീഡിയോ നോക്കിയിട്ട് ചെയ്യും. അപ്പൊ 2014 സേ. ഇനി 2015 മാർച്ച്. 2015 മാർച്ച്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ എ സൈൻ ഇൻവേഴ്സ് ഓഫ് sin 160. ഇതിന്റെ വാല്യൂ ആണ് എന്താണെന്ന് ചോദിച്ചത്. നമുക്കറിയാം ശരിക്കും സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ ക്യാൻസൽ ആയിട്ട് 160 ഇത് ഡിഗ്രിയിലാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇതിന്റെ റേഞ്ച് എന്താണ്? സൈൻ ഇൻവേഴ്സിന്റെ റേഞ്ച് -π/2 2π/2 ആണ്. അതായത് -90 ഡിഗ്രി ടു 90 ഡിഗ്രി. പക്ഷെ 160 ഡിഗ്രിയാണ്. അപ്പോൾ ആ റേഞ്ചിനകത്ത് വരുന്നതല്ല. അപ്പോൾ 160 എടുക്കാൻ പറ്റില്ല. 160 നോട്ട് ബിലോങ്സ് ടു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ വേറെ ക്വാഡ്രാന്റിലേക്ക് മാറ്റുക. സൈൻ 160 നമുക്ക് 180 മൈനസ് 20 എന്ന് എഴുതാം. 160 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 മൈനസ് 20. എപ്പോഴും നമ്മൾ 90 180 270 360 ആ ആംഗിളിലേക്കാണ് മാറ്റേണ്ടത്. അതായത് π/2 π എന്നുള്ള അതുപോലത്തെ മെഷർമെന്റ് വരുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ എന്ത് കിട്ടി? സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 180 മൈനസ്, അതായത് സൈൻ π മൈനസ് എക്സ് എന്താണ്? സൈൻ π മൈനസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ എക്സ് ആണ്. പൈയുടെ ആംഗിളിൽ സെയിം ആണ് വരിക. ഇത് സെക്കൻഡ് ക്വാഡ്രാന്റ് വരുന്നതുകൊണ്ട് സൈൻ പോസിറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് സൈൻ 20 കിട്ടി. ആൻസർ അപ്പോൾ 20 കിട്ടി. 20 എന്ന് പറയുന്നത് -90 to 90 എന്നുള്ളതിനകത്ത് വരുന്ന വാല്യൂയാണ്. ഡിഗ്രി മെഷറിലാണ് ഇവിടെ ചോദിച്ചത്. എല്ലാം ചെയ്തിരുന്നത് നമ്മൾ റേഡിയൻ മെഷറിലായിരുന്നു. ഇപ്പോൾ ഡിഗ്രിയിലേക്ക് ആകുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? ഇനി അതിൽ തന്നെ ബി ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് ഒന്നിൽ ബി 2 tan inverse half
2 tan inverse half plus tan inverse 1 by 7 is equal to tan inverse 31 by 17. ഇത് നമ്മൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എക്സസൈസ് 2.2 ക്വസ്റ്റ്യൻ നമ്പർ 4. ഇത് 2 പ്രാവശ്യം വീണ്ടും ചോദിച്ചിട്ടുണ്ട്. 2016 മാർച്ചിൽ ചോദിച്ചിട്ടുണ്ട്, പിന്നെ 2018 മാർച്ചിൽ ചോദിച്ചിട്ടുണ്ട്. ഇത് 3 വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. 2015, 16, 18. അപ്പൊ അതുകൊണ്ട് നിങ്ങളിത് ശ്രദ്ധാപൂർവം ചെയ്യണം. ക്വസ്റ്റ്യൻ നമ്പർ 4 എക്സസൈസ് 2.2. ഇനി 2015 ചില 2 ക്വസ്റ്റ്യൻ നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ട് ഞാൻ അത് മെൻഷൻ ചെയ്യുന്നില്ല. ഇനി 2016 മാർച്ച് അതിൽ ഒന്നാമത്തെ ചോദ്യം ഐഡന്റിറ്റി ഡയറക്റ്റ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് വൈ. ഒന്നാമത്തെ ചോദ്യം ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ. നമുക്ക് ഡയറക്റ്റ് നമുക്കിതിന്റെ ഫോർമുലയാണ് അല്ലേ, എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് വൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. പിന്നെ അതിൽ രണ്ടാമത്തെ ചോദ്യം നമ്മൾ ഓൾറെഡി ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം അതുകൊണ്ട് അത് ഞാൻ വീണ്ടും ചെയ്യുന്നില്ല, മുമ്പ് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇനി നമുക്ക് 2016 സേ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ടാൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് √3. ഇത് നമ്മൾ ചെയ്തിട്ടുണ്ട് 2.1 എക്സസൈസ് ക്വസ്റ്റ്യൻ നമ്പർ 4. അടുത്ത ചോദ്യത്തിലത്തെ ചോദ്യമാണിത്. ബി ടാൻ ഇൻവേഴ്സ് ഓഫ് ഹാഫ് പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 2/11 ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 3/4. ഇത് നമ്മൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എക്സാമ്പിൾ ക്വസ്റ്റ്യൻ 4. എക്സാമ്പിൾ 4. അപ്പോൾ നിങ്ങൾ എക്സാമ്പിൾ എക്സസൈസ് നമ്മൾ ഓൾറെഡി ചെയ്തുകൊണ്ടാണ് ചെയ്യാത്തത്. തനിയെ ചെയ്ത് നോക്കണം. കിട്ടിയില്ലെങ്കിൽ നമ്മുടെ വീഡിയോ റെഫർ ചെയ്തിട്ട് നമ്മൾ ചെയ്യണം, പഠിക്കണം. ഇനി അടുത്തത് 2017 മാർച്ചിലാണ്. 2017 മാർച്ച് ചോദ്യം പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കാൻ കോട്ട് ഇൻവേഴ്സ്. ഒന്നാമത്തെ ചോദ്യം കോട്ട് ഇൻവേഴ്സ് -1/√3 ആണ്. ഇത് നമ്മൾ ചെയ്തിട്ടുണ്ട് എക്സാമ്പിൾ 2 ക്വസ്റ്റ്യൻ ആണ്. എക്സാമ്പിൾ 2. അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. അവിടുത്തെ ബി ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആണ്, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള ചോദ്യം തന്നെ. ഇനി 2017 സേ സൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് 1 ഇസ് ഈക്വൽ ടു വാട്ട്? അതാണ് ചോദ്യം. അതിലെ ക്വസ്റ്റ്യൻ ഇവിടെ നമുക്ക് ടാൻ ഇൻവേഴ്സ് 1 സൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് 1ന്റെ വാല്യൂ എത്രയാണെന്നാണ് ചോദിച്ചത്. ടാൻ ഇൻവേഴ്സ് 1ന്റെ വാല്യൂ നമുക്കറിയാം. അപ്പോൾ എങ്ങനെ ചെയ്യണം? സൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ π/4 അല്ലേ? 1ന് പകരം നമുക്ക് ടാൻ π/4 കൊടുക്കാം. അപ്പോൾ ഇതെന്തായിട്ട് മാറി? ടാൻ ഇൻവേഴ്സിന്റെ വാല്യൂ സൈൻ π/4 ആയി. സൈൻ π/4ന്റെ വാല്യൂ എത്രയാണ്? 1/. സൈൻ π/4 എന്ന് പറഞ്ഞാൽ സൈൻ 45. അത് 1/√2 ആണ്. മനസ്സിലായല്ലോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതിലെ ബി ക്വസ്റ്റ്യൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇവിടെ ചെയ്യാം. അതായത് 2017 സേയിലെ ബി ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് കോട്ട് ഇൻവേഴ്സ് √1 plus sin x plus √1 minus sin x all divided by √1 plus sin x minus √1 minus sin x. ഇതാണ് ഇവിടുത്തെ ചോദ്യം. ഇത് ശരിക്കും മിസ്ലേനിയസ് എക്സസൈസിന്റെ ചോദ്യമാണ്. മിസ്ലേനിയസ് എക്സസൈസിലെ ക്വസ്റ്റ്യൻ നമ്പർ 10. ഈ ഇൻവേഴ്സ് രണ്ട് ചോദ്യങ്ങൾ മിസ്ലേനിയസിന് വേറെ ചോദിച്ചിട്ടുണ്ട്. ഒന്ന് നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ 5/8 കിട്ടുന്നത്. ഇത് വേറൊരു ക്വസ്റ്റ്യൻ ആണ്.
അപ്പോൾ അത് എക്സാം ചോദിച്ച ചോദ്യങ്ങൾ നമ്മൾ എങ്ങനെയായാലും ചെയ്ത് പഠിക്കും, വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യണമെങ്കിൽ ആദ്യം ഈ ഒന്നിച്ച് ചെയ്യുമ്പോൾ അത് വളരെ വലുതായിട്ട് പോകും. അപ്പോൾ ഇതിന് ആദ്യം ഓരോ പോർഷൻ ചെയ്തിട്ട് അവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ √1 + sin x, ഇത് നമ്മൾ എക്സാമ്പിൾ 5 ക്വസ്റ്റ്യൻ ചെയ്തതിൻ്റെ ഏതാണ്ട് ഒരു മോഡലായിട്ടാണ് വരുന്നത്. ആ 5 ക്വസ്റ്റ്യൻ ചെയ്ത് പരിചയമുള്ളവർക്ക് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ഇവിടെ √1 പകരം നമുക്ക് എന്ത് കൊടുക്കാം? cos² x/2 + sin² x/2. cos² θ + sin² θ 1. അതുപോലെ sin x നമുക്ക് എന്ത് കൊടുക്കാം? 2 cos x/2 sin x/2 എന്നുള്ള ഫോർമാറ്റിലേക്ക് മാറും. അപ്പോൾ ഈ റൂട്ടിനകത്ത് എന്താ? ഈ a² + b² + 2ab a + b whole square. a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ cos x/2 ആണ് പ്ലസ് sin x/2 whole square. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? cos x/2 + sin x/2 എന്ന് മാറി. മനസ്സിലായല്ലോ? അതുപോലെ തന്നെ സിമിലർലി നമുക്ക് എന്ത് ചെയ്യാം? √1 - sin x ചെയ്യുമ്പോൾ ഇവിടെ മൈനസ് വരുന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ മൈനസ് കിട്ടും, ഇവിടെയും മൈനസ് കിട്ടും. cos x/2 - sin x/2. ഈ രണ്ട് വാല്യൂ വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാം. ഈ വാല്യൂസ് അവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്തായിട്ട് മാറി? ഈക്വൽ ടു x/2 തന്നെ നമ്മൾ LHS എടുക്കുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ cot ഇൻവേഴ്സ് ഓഫ് √1 + sin x പകരം നമ്മൾ cos x/2 കൊടുക്കുന്നു പ്ലസ് sin x/2 മൈനസ്, ഇടയിലുള്ള സൈൻ മൈനസ് ആണ്, അത് നമ്മൾ അതുപോലെ എഴുതുന്നു. പിന്നെ ഇവിടെ പ്ലസ് അല്ല, ഇടയിൽ തന്നെ പ്ലസ് ആണ്, ഇവിടെ പ്ലസ് കിട്ടും. ഇവിടെ 1 - sin x പകരം ഇത് എഴുതി cos x/2 മൈനസ് sin x/2. അപ്പോൾ ന്യൂമറേറ്റർ കഴിഞ്ഞു. ഡിനോമിനേറ്റർ അതുപോലെ തന്നെ 1 + √1 + sin x പകരം നമ്മൾ cos x/2 പ്ലസ് sin x/2 കൊടുക്കുന്നു. ഇവിടെ മൈനസ് ആണ്, അത് ശ്രദ്ധിക്കണം. അപ്പോൾ ബ്രാക്കറ്റ് ഉപയോഗിക്കണം, അല്ലെങ്കിൽ നമ്മൾ മൈനസ് കൊണ്ട് ഒരെണ്ണത്തിന് മാത്രം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ തെറ്റി പോകും. അപ്പോൾ എപ്പോഴും ഒന്നിൽ കൂടുതൽ ടേം മൈനസ് ശേഷം വരുമ്പോൾ ബ്രാക്കറ്റ് ഉപയോഗിച്ച് ചെയ്യും. അപ്പോൾ ആൻസർ തെറ്റാതെ നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഫോർമാറ്റിലേക്ക് കൊണ്ടുവന്നു. ഇനി നമുക്ക് നമുക്ക് sin x/2 ക്യാൻസൽ ചെയ്യാം. ഇവിടെ ബ്രാക്കറ്റ് തുറക്കുമ്പോൾ cos x/2 ക്യാൻസൽ ചെയ്യാം. അപ്പോൾ LHS ഈക്വൽ ടു എന്തായി? cot ഇൻവേഴ്സ് ഓഫ് ഇവിടെ 2 cos x/2. ഇവിടെ മൈനസ് പ്ലസ് സൈൻ ആവില്ല, സൈൻ പ്ലസ് ആകുമ്പോൾ 2 sin x/2. 2 will get cancel. അപ്പോൾ cot ഇൻവേഴ്സ് ഓഫ് cos x/2 sin x/2 എന്ത് വന്നു? cot x/2 വന്നു. അപ്പോൾ cot ഇൻവേഴ്സും കോട്ടും മ്യൂച്വലി ക്യാൻസൽ ആയി പോയി. ആൻസർ x/2 ഈക്വൽ ടു r. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടൊരു ചോദ്യമാണ്, അതുകൊണ്ട് നിങ്ങളിത് 2-3 പ്രാവശ്യം എഴുതി പഠിക്കുക. മനസ്സിലായോ? ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. മോഡൽ 2018 മോഡലിലെ ക്വസ്റ്റ്യൻ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. അതായത് സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു വൈ തന്നിട്ട്, അപ്പോൾ ഇതിൻ്റെ റേഞ്ച് എഴുതാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇതിൻ്റെ റേഞ്ച് നമുക്കറിയാം, എന്താ പറയുക? -π/2 <y <5 ഇന്റർവെലിന്റെ ഫോർമാറ്റ്. ഇത് നമ്മൾ എക്സസൈസ് 2.1 ക്വസ്റ്റ്യൻ നമ്പർ 13 ചെയ്തിട്ടുള്ളത്. 13th ക്വസ്റ്റ്യൻ ആണ്. സൈൻ ഇൻവേഴ്സ് എക്സ് ഇങ്ങനെയാണെങ്കിൽ ഇതിന്റെ റേഞ്ച് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് ഹാഫ് എന്നുണ്ട്. അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ചെയ്യുന്നില്ല, നമ്മൾ എക്സസൈസിലൊക്കെ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, if sin inverse x equal to 3/4,
find the value of cos inverse x. Sin inverse x 3/4 ആണെങ്കിൽ cos inverse x എന്തായിരിക്കും എന്നാണ് ചോദ്യം. ഇത് നമുക്ക് ഈ ഫോർമുല ഉപയോഗിച്ച് സിമ്പിൾ ആയിട്ട് ചെയ്യാം. sin inverse x plus cos inverse x equal to pi/2 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. sin inverse x ന്റെ വാല്യൂ ഇവിടെ എന്താ വരിക? 3/4 plus cos inverse x equal to pi/2. അപ്പോൾ cos inverse x equal to pi/2 minus 3/4. pi/2 minus 3/4. വളരെ സിമ്പിൾ ആണ്. അപ്പോൾ നമുക്ക് sin inverse x ഉം cos inverse x ഉം അതുമായി കണക്ട് ചെയ്യുന്ന ഫോർമുല എഴുതിയിരിക്കുക. ഒരെണ്ണത്തിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത വാല്യൂ നമുക്ക് ചെയ്യാം. ഇനി 2018 മാർച്ചിലെ ചോദ്യങ്ങൾ ഗ്രാഫായിട്ട് ബന്ധപ്പെട്ടതാണ് ഒരു ചോദ്യം. ഗ്രാഫിന്റെ പോർഷൻ ഇപ്രാവശ്യം സിലബസിൽ ഉണ്ടാവുമെന്ന് നമുക്ക് അറിയില്ല. കാരണം NCERT സിലബസിൽ നിന്ന് അവർ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ചെയ്യാം. ഇപ്പം ഞാൻ ആ പ്രോബ്ലം ചെയ്യുന്നില്ല. അതിൽ തന്നെ ഒരു സി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. പ്രൂവ് ദാറ്റ് tan ഇൻവേഴ്സ് ഹാഫ് പ്ലസ് tan ഇൻവേഴ്സ്, അതായത് നമ്മൾ ചെയ്തിട്ടുള്ള എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ചെയ്തില്ല. 2018 സേ അതിലെ ഒന്നിൽ എ ക്വസ്റ്റ്യൻ, ഇഫ് cos ഇൻവേഴ്സ് 12/13 equal to tan inverse x, find x. ഇതാണ് ചോദ്യം. cos inverse 12/13 equal to tan inverse x. അപ്പോൾ നമ്മളിവിടെ തന്നിരിക്കുന്ന cos inverse 12/13 equal to tan inverse x equal to theta എന്ന് കൊടുക്കും. അല്ലെങ്കിൽ വേറെ എന്നോ ബി എന്നോ എന്ത് വേണമെങ്കിൽ കൊടുക്കാം. തീറ്റ എന്നപ്പോൾ നമ്മൾ കൊടുത്തു. അപ്പോൾ ഇത് ഈക്വൽ ടു cos inverse 12/13 equal to theta. അപ്പോൾ cos theta is equal to 12/13. cos theta equal to 12/13. അപ്പോൾ ഇവിടെ cos theta 12/13 തരുമ്പോൾ നമുക്ക് മുമ്പ് ചെയ്തതുപോലെ അതായത് വരയ്ക്കുകയാണ്. ഇപ്പോൾ നമ്മൾ തീറ്റ കൊടുക്കുകയാണെങ്കിൽ cos എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ adjacent by hypotenuse ആണ്. അപ്പോൾ 12/13 വരും. അപ്പോൾ ഇവിടെ എന്താ വരിക? 5 വരെ ഡബിളായിട്ട് ചെയ്യുമ്പോൾ 5, അതായത് 13 സ്ക്വയർ, റൂട്ട് ഓഫ് 13 സ്ക്വയർ മൈനസ് 12 സ്ക്വയർ. അപ്പോൾ റൂട്ട് ഓഫ് 169 മൈനസ് 144 വരും. അപ്പോൾ റൂട്ട് 25 വരും. അങ്ങനെ നമുക്ക് 5 കിട്ടും. ഇതൊക്കെ നമുക്ക് കാണാതെ പ്ലസ് ടു ആയിരിക്കുന്നതൊക്കെ നമ്മൾ കാണാതെ തന്നെ ഈ വാല്യൂസ് നമുക്ക് അറിയണം. ഈ ട്രിപ്പിളറ്റ് അല്ലെങ്കിൽ നമ്മളിതൊക്കെ ചെയ്ത് നോക്കുമ്പോൾ സമയം. അപ്പോൾ ഇവിടെ cos theta 12/13 ആണെങ്കിൽ ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇതിൽ tan theta എന്താണ് വരിക? 5/12, opposite by adjacent, 5/12. അപ്പോൾ tan theta equal to 5/12. അപ്പോൾ ഇവിടെ നോക്കുക, ഇനിയിപ്പോൾ നമ്മൾ ഈ സൈഡാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇവിടെ നോക്കുമ്പോൾ tan inverse x equal to theta, x equal to tan theta. ഇത് രണ്ട് ഈക്വൽ ആണെന്നുകൊണ്ടാണ് രണ്ടിനും നമ്മൾ തീറ്റ തന്നെ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ x equal to tan theta എന്നാണ്. tan theta വാല്യൂ നമ്മളിവിടെ കണ്ടുപിടിച്ചു. എത്രയത്? 5/12. ആൻസർ ഈസ് 5/12. 5/12 ഈ കണ്ടുപിടിച്ചത് തന്നെയാണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. 5/12. മനസ്സിലായോ? കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യാം. അപ്പോൾ 2018 സേ ക്വസ്റ്റ്യൻസ് അതിൽ ഒന്നാമത്തെയാണ് നമ്മൾ ചെയ്തത്. ഇനി രണ്ടാമത്തേത്, ഷോ ദാറ്റ് cos inverse of 4/5 plus cos inverse of 12/13 equal to tan inverse of 56/13. ഇത് പ്രൂവ് ചെയ്യാനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ LHS എടുക്കുന്നു. cos inverse of 4/5 plus cos inverse of 12/13. ഇതിന് നമ്മൾ എ എന്ന് കൊടുക്കാം, എന്നോ ബി എന്നോ അല്ലെങ്കിൽ എക്സ് എന്നോ എന്തെങ്കിലും കൊടുക്കാം. എക്സ് കൊടുക്കാം. എക്സ് ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ എക്സ് ഈക്വൽ ടു cos ഇൻവേഴ്സ് 4/5. അപ്പോൾ cos theta is equal to 4/5. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ y is equal to cos ഇൻവേഴ്സ് 12/13. അപ്പോൾ cos y is equal to 12/13. അപ്പോൾ ഇവിടെ കോസിന് തന്നിട്ട് നമ്മൾ ടാനിലേക്ക് മാറ്റിയാലാണ് നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഇതിന്റെ ടാൻ വാല്യൂസ് കണ്ടു ടാനിലേക്ക് മാറ്റാനായിട്ട് എപ്പോഴും നമ്മൾ ഈ
റൈറ്റ് ട്രയാങ്കിൾ മാർക്ക് ചെയ്തതിന് പെട്ടെന്ന് കിട്ടും. ഇവിടെ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് അഡ്ജസൻറ്റ് ബൈ അപ്പോൾ എന്താ വരിക 3 വരും. അപ്പോൾ 3, 4, 5 ആണ് ഇവിടുത്തെ ട്രിപ്ലറ്റിലെ വാല്യൂസ്. അപ്പോൾ ഇവിടെ tan തീറ്റ ഈസ് ഈക്വൽ ടു 3/4. ഇവിടെ ഇതിൽ ചെയ്യുമ്പോൾ ഇവിടെ cos x ആണ്, സോറി cos x. ഇവിടെ തീറ്റയ്ക്ക് പകരം x കൊടുത്തു. തീറ്റ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ x കൊടുത്ത സ്ഥിതിക്ക് x ആയിട്ട് മാറ്റുന്നതാണ്. ഇവിടെ y, അപ്പോൾ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് മാർക്ക് ചെയ്തു. 12, 13 ആണ് നമ്മൾ നേരത്തെ ചെയ്തു. 5 ആണ് ഇവിടെ വരിക. അപ്പോൾ tan y ഈസ് ഈക്വൽ ടു 5/12, 5/12 ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. അപ്പോൾ ആ രണ്ട് വാല്യൂസ് നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടെ അപ്പോൾ x ഈക്വൽ ടു എന്ത് വന്നു? tan ഇൻവേഴ്സ് ഓഫ് 3/4 വന്നു. y ഈസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് ഓഫ് 5/12. മനസ്സിലായല്ലോ? ഇനി നമ്മൾ ഈ x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? cos ഇൻവേഴ്സ് 4/5 ആണ്. അതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? tan ഇൻവേഴ്സ് ഓഫ് 3/4 കൊടുക്കാമല്ലോ. ഇത് രണ്ടും ഈക്വൽ ആണ് നമ്മൾ പ്രൂവ് ചെയ്തില്ലേ? അപ്പോൾ ഇതിന് പകരം നമ്മൾ ഇത് കൊടുക്കും. അതുപോലെ തന്നെ ഇവിടെ y ഈക്വൽ ടു ഇതും y ഈക്വൽ ടു. ഇതിന് പകരം നമ്മളിവിടെ tan ഇൻവേഴ്സ് 3/4 പ്ലസ് ഇതിന് പകരം നമ്മൾ ഇത് കൊടുക്കുമ്പോൾ tan ഇൻവേഴ്സ് ഓഫ് 5/12. അപ്പോൾ tan ഇൻവേഴ്സ് x പ്ലസ് tan ഇൻവേഴ്സ് y എന്നുള്ള ഫോർമാറ്റിൽ x പ്ലസ് y ബൈ 1 മൈനസ് x. അപ്പോൾ tan ഇൻവേഴ്സ് ഓഫ് x പ്ലസ് y എന്ന് പറയുമ്പോൾ 3/4 പ്ലസ് 5/12 ബൈ 1 മൈനസ് 3/4 ഇൻറ്റു 5/12. ഒരു സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അപ്പോൾ ഇവിടെ നമ്മളിത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ tan ഇൻവേഴ്സ് ഓഫ് 3 into 12 36 plus 4 into 5 20 by 4 into 12 40. ഇവിടെ LCM 48 minus 15 by 48. 48 cancel ചെയ്തു. അപ്പോൾ tan ഇൻവേഴ്സ് ഓഫ് ഇവിടെ 56 by 48 minus 15 എന്ന് പറയുമ്പോൾ 33. അപ്പോൾ ഈക്വൽ ടു RHS. tan ഇൻവേഴ്സ് 56/33 കിട്ടി. അത് RHS. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ. മനസ്സിലായോ? ഇതും നമ്മൾ എക്സസൈസിലൊന്നും ചെയ്യാത്ത ചോദ്യമാണ്, നമ്മൾ ചെയ്ത് പഠിക്കും. ഇനി നമുക്ക് ചെയ്യാനുള്ളത് രണ്ടായിരത്തി 19 മോഡലിൽ ചോദിച്ചത്. 2019 മോഡൽ. അവിടെ ചോദ്യം വന്നിട്ടുള്ളത് ഒന്നാമത്തെ ചോദ്യം സൈൻ ഷോ ദാറ്റ് സൈൻ ഇൻവേഴ്സ് ഓഫ് 2x മൈനസ് റൂട്ട് ഓഫ് 1 മൈനസ് x ഈക്വൽ ടു 2 സൈൻ ഇൻവേഴ്സ് x. ഇത് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളതാണ് അല്ലേ? നമ്മൾ എക്സാമ്പിൾ 4 എക്സാമ്പിൾ 3 ചെയ്തിട്ടുള്ള ചോദ്യമാണ്. ഇത് സൈൻ തീറ്റ കൊടുക്കുമ്പോൾ ഇത് കിട്ടും. പിന്നെ അവിടെ തന്നെ വേറെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു 2 കോസ് ഇൻവേഴ്സ് x. അങ്ങനെ വരുമ്പോൾ എക്സിന് കോസ് തീറ്റ കൊടുത്ത് ചെയ്തത് നമുക്ക് ഓർമ്മയുണ്ടാകും. അപ്പോൾ അത് വീണ്ടും ഒരു പ്രാവശ്യം കൂടി ചെയ്യും. ഇനി അടുത്തതായിരുന്ന ചോദ്യം ഇഫ് സൈൻ ഇൻവേഴ്സ് 3/5 is equal to tan inverse x, find x എന്നാണ്. ഇതിന്റെ ഏതാണ്ട് പോസിറ്റീവ് പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ അതുപോലെ തന്നെ ചെയ്യാം. സൈൻ ഇൻവേഴ്സ് 3/5 equal to tan inverse x equal to theta എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇത് ചെയ്യുമ്പോൾ സൈൻ ഇൻവേഴ്സ് 3/5 is equal to theta. അപ്പോൾ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 3/5. ഇവിടെ tan ഇൻവേഴ്സ് x ഈക്വൽ ടു തീറ്റ, x ഈക്വൽ ടു tan തീറ്റ. ഇതിന്റെ കോസിന്റെ പ്രോബ്ലം, ഇവിടെ കോസ് വരുന്ന പ്രോബ്ലം സെയിം പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ x ഈക്വൽ ടു tan തീറ്റ. ഇനി ഇവിടെ സൈൻ തീറ്റയുടെ നമുക്കറിയാം. ഇവിടെ തീറ്റ കൊടുക്കുകയാണെങ്കിൽ സൈൻ തീറ്റ ഈക്വൽ 3/5 ആണ്. ഇവിടെ 4 വരും. അപ്പോൾ കോസ് tan തീറ്റ എന്ത് വരും? tan തീറ്റ ഈസ് ഈക്വൽ ടു 3/4. x ഈക്വൽ ടു എന്താണ്? tan തീറ്റയാണ് അല്ലേ? അപ്പോൾ x ഈക്വൽ ടു 3/4 ആണ് ഇവിടുത്തെ ആൻസർ. സിമ്പിൾ ആയിട്ട് അത് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് സിമ്പിൾ ആയി.
ഇതിലൊരു ചോദ്യം കൂടിയുണ്ട്. Show that sin inverse 3 by 5 plus tan inverse half is equal to tan inverse 2. അപ്പോൾ ഇവിടെ sin inverse 3 by 5 നമ്മൾ നേരത്തെ ചെയ്ത പോലെ തീറ്റ കൊടുക്കുന്നു അല്ലെങ്കിൽ x കൊടുക്കുന്നു. അപ്പോൾ sin x equal to 3 by 5 ആയി. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ബൈ 4 കിട്ടി. അപ്പോൾ ഇവിടുത്തെ tan x എന്ന് പറയുന്നത് 3 by 4. അപ്പോൾ x equal to tan inverse 3 by 4. ഇവിടെ നമ്മൾ ഈ sin inverse 3 by 5 നമ്മൾ x എന്ന് കൊടുത്തു. അപ്പോൾ x equal to എന്ത് കിട്ടി? tan inverse 3 by 4 കിട്ടി. അപ്പോൾ അതിവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ LHS എന്തായിട്ട് മാറി? tan inverse 3 by 4 plus tan inverse 1 by 2 ആയിട്ട് മാറി. ഇത് tan inverse x plus tan inverse y എന്നുള്ള ഫോർമുലയിൽ ഇപ്പോൾ tan inverse x plus y 3 by 4 plus 1 by 2 1 minus x by എന്നുള്ളത് 3 by 4 into 1 by 2. അപ്പോൾ ഇവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ tan inverse ഇവിടെ 4 ആണ് LCM. അപ്പോൾ 3 plus 2 divided by ഇവിടെ 8 വരും. അപ്പോൾ 8 minus 3 by 8. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്തായിട്ട് വന്നു? tan inverse 5 by 4 divided by 8 minus 3 5 by 8 ആയിട്ട് വന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു. tan inverse 5 by 4 into reciprocal എടുക്കുമ്പോൾ 8 by 5. 4 ഇതിൽ 2 times 5 5 get cancel. അപ്പോൾ tan inverse 2 which is the required RHS. അപ്പോൾ ഇത് നമുക്കിവിടെ ഇതിനെ മാത്രം tan inverse മാറ്റിയിട്ട് പിന്നെ നമുക്ക് ചെയ്യാം. ഇത് വലിയ ബുദ്ധിമുട്ടുള്ള ചോദ്യമല്ല. ഇനി നമുക്ക് ചെയ്യാനുള്ളത് 2019 മാർച്ചിലാണ്. 2019 മാർച്ചിൽ ചോദിച്ച ചോദ്യം. If A is equal to, ഇത് 4 മാർക്കിന്റെ ചോദ്യമായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. If A is equal to sin inverse 2x by 1 plus x square, B is equal to cos inverse 1 minus x square by 1 plus x square, C is equal to tan inverse 2x by 1 minus x square. Prove that ABC are given, and then 3a minus 4b plus 2c equal to 5 by 3. Then find x. X കണ്ടുപിടിക്കലാണ് ഇവിടുത്തെ നമ്മുടെ ജോലി. അപ്പോൾ ഇവിടെ എയും ബിയും സിയും തന്നിട്ടുണ്ട്. അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷനും തന്നിട്ടുണ്ട്. എക്സ് കണ്ടുപിടിക്കും. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഈ എക്സ് ഒക്കെ ഇവിടെ വരുമ്പോൾ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഫോർമാറ്റാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? പുട്ട് എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ. അപ്പോൾ എ എന്തായിട്ട് മാറി? എ ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 2 ടാൻ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. അപ്പോൾ 2 ടാൻ തീറ്റ പ്ലസ് 1 ബൈ ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2 തീറ്റ. അപ്പോൾ A is equal to 2 theta is equal to, ഇവിടെ തീറ്റ എന്താ വരിക? tan inverse x. അപ്പോൾ A കിട്ടി. ഇതുപോലെ നമ്മൾ ഇനി B കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? B is equal to ഇതേ ഫോർമാറ്റ് എക്സിന് ടാൻ തീറ്റ കൊടുക്കുമ്പോൾ എന്തായിട്ട് മാറുന്നത്? cos inverse of 1 minus tan square theta by 1 plus tan square theta, which is equal to cos inverse of cos 2 theta, which is equal to B is equal to 2 theta. Theta is equal to theta എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ tan inverse x ആണ്. അപ്പോൾ ഇവിടെ എന്ത് വന്നു? ബിയുടെ വാല്യൂ എന്ത് കിട്ടി നമുക്ക്? 2 tan inverse x.
മനസ്സിലായോ? ഇനി ഇതുപോലെ തന്നെ നമുക്ക് അടുത്തത് ചെയ്യാം. സിയുടെ വാല്യൂ ടാൻ ഇൻവേഴ്സ് 2x ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ആണ്. ഇതിന് ടാൻ തീറ്റ കൊടുക്കുമ്പോൾ ടാൻ ഇൻവേഴ്സ് 2 ടാൻ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ which is equal to tan inverse of tan 2 theta. അപ്പോൾ c is equal to 2 theta is equal to 2 tan inverse x. അപ്പോൾ a യുടെയും b യുടെയും c യുടെയും വാല്യൂ 2 tan inverse x ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ 3 into 2 tan inverse x minus 4 into 2 tan inverse x plus 2 into 2 tan inverse x equal to pi by 3. കണ്ടീഷൻ തന്നിട്ടുണ്ട്. എക്സ് ആണ്. പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ അല്ല, തെറ്റിക്കരുത്. എക്സ് ആണ് ചോദിച്ചത്. ഇവിടെ ഇത് 6 tan inverse x ആയി മൈനസ് 8 tan inverse x ആയി പ്ലസ് 4 tan inverse x ആയി ഈക്വൽ ടു pi by 3. അപ്പോൾ 6 plus 4 10 minus 8 2. അപ്പോൾ 2 tan inverse x equal to pi by 3. Tan inverse x equal to pi by 6. Tan inverse x equal to pi by 6. അത് വീണ്ടും തന്നെ ഇവിടെ എഴുതുന്നു. Tan inverse x equal to pi by 6. X is equal to tan of pi by 6. Tan pi by 6 എന്ന് പറയുന്നതാണ് tan 30. 1 by root 3. 1 by root 3 ആണ് ഇവിടെ ആൻസർ. ഇതും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഈ പേപ്പറിൽ മാത്രമാണ് നമ്മൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്ത് പഠിക്കും. അതായത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഇല്ലാത്ത ചോദ്യം വരുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് ചെയ്ത് പഠിക്കണം. അപ്പോൾ അതുപോലത്തെ പ്രോബ്ലംസ് വരുമ്പോൾ ചിലപ്പോൾ സെയിം ആയിരിക്കില്ല, സിമിലർ ആയിട്ട് പ്രോബ്ലംസ് ചോദിക്കും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മളിവിടെ ഈ ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.